ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഭയങ്കര തിരക്കായി പോയി. കാരണം നമ്മുടെ അഡ്മിഷനും രജിസ്ട്രേഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ജാനുവരി സെഷൻ്റെ അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 31 രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 29 വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കമൻസിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് തരും, ആ ഒരു സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. രജിസ്ട്രേഷന് 100 രൂപയും അഡ്മിഷന് 300 രൂപയാണ് നമുക്ക് സർവീസ് ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, റിസൾട്ട് വന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കുറേ പേര് കമൻസിലാണെങ്കിലും എനിക്ക് പേഴ്സണലി ആണെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. നമ്മുടെ റിസൾട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ മുകളിൽ തന്നെ ഉണ്ട് ടേം ആൻഡ് ഡിസംബർ 2023 എക്സാം റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസംബർ 1 തൊട്ടിട്ട് ജാനുവരി ഫസ്റ്റ് വീക്ക് വരെ നടക്കുന്നത് ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന സൈറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ റിസൾട്ട് വരാനുള്ള സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഡിസംബർ 21 തന്നെ ഇത് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഇനി കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്തിട്ടില്ല, അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ ഡിക്ലെയർ ആക്കിയിട്ടില്ല എന്ന് വേണം കരുതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരുടെയും റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ നമ്മുടെ ഈ ഒരു എക്സാം റിസൾട്ട് അപ്ഡേറ്റ് ആവണം, പോർട്ടൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആയത് മാത്രമാണ്. ഇതിനകത്ത് ഇനി വരാൻ പോകുന്നത് റിസൾട്ട് ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏർലി ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഉണ്ട്. അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് റിസൾട്ട് വരാനുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ പൈസ കൊടുത്തിട്ട് റിസൾട്ട് വരുന്നവരുടെയാണ് ആദ്യം റിസൾട്ട് വരുന്നത്. അത് വന്നതിന് ശേഷമാണ് നമ്മൾ നോർമലി റിസൾട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ റിസൾട്ടിൻ്റെ സൈറ്റൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യുക, ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കി നോക്കുക. റിസൾട്ട് റിലീസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണാൻ കഴിയും. അതുപോലെ ഒരിക്കലും എല്ലാ സബ്ജക്ട്സിനും ഒരുമിച്ചിട്ടല്ല റിസൾട്ട് വരിക. ആദ്യം കഴിഞ്ഞത് ആദ്യം അങ്ങനെ അപ്ഡേറ്റ് ആയി വരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുമിച്ചാണ് എക്സാം എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ ഫ്രണ്ടിന് ആദ്യം വരും, ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നീടാണ് വരുള്ളൂ. കാരണം വാല്യുവേഷൻ തീരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ റിസൾട്ട് ഡിക്ലെയർ ആവുന്നത് കേട്ടോ. അപ്പോൾ ഒരാളെ വന്നില്ല വെച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്തായാലും വരും. പക്ഷേ ടൈം എടുക്കും. ഓരോ സബ്ജക്റ്റായിട്ട് കുറച്ചൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ആവുള്ളൂ. എന്തായാലും ഇപ്പം അടുത്തൊന്നും അപ്ഡേറ്റ് ആവില്ല. ഏർലി ഡിക്ലറേഷനെയാണ് ആദ്യം അപ്ഡേറ്റ് ആവുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടെ നമുക്ക് നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന റിസൾട്ട് തിയറിയുടെ മാർക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കാണുന്നത് നിങ്ങളുടെ സ്റ്റഡീസ് സെൻറ്റേഴ്സ് അവർ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് റീജിയണൽ സെൻറ്ററിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാർക്ക് കാണാൻ കഴിയുള്ളൂ ഗ്രേഡ് കാർഡിൽ. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിയറി എക്സാം ഉണ്ടാവുമല്ലോ, റിട്ടേൺ എക്സാം, ആ റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് മാത്രമാണ് ഇവിടെ കാണുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കോപ്പി അടിക്കുക അല്ലെങ്കിൽ ഫോൺ വെച്ച് എഴുതുക, അങ്ങനെ എന്തെങ്കിലും എക്സാം ഹാളിൽ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടുവന്ന് ഇൻവിജിലേറ്ററുടെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ എക്സാംസ് ക്യാൻസലാക്കും. അങ്ങനെ ക്യാൻസലാക്കാറുണ്ട്. ഇന്നൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ നോട്ടീസ് എന്താണെന്ന് ചോദിച്ചിട്ട്. ആ കുട്ടിയുടെ ഒരു സബ്ജക്റ്റ് ജൂണിൽ എക്സാമിൻ്റെ ക്യാൻസലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇഗ്നോൾ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇന്ന് വ്യക്തമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എക്സാമിന് കയറുക. ഓക്കെ, പിന്നെ നമ്മുടെ നോർമലി റിസൾട്ട് ഡിക്ലറേഷൻ വരാറുള്ളത് നമ്മുടെ എക്സാം കഴിയുന്ന ആഴ്ചയിൽ വരാറാണ്. അതായത് ഇപ്പോൾ എക്സാം കഴിയുന്ന ആഴ്ച വെച്ച് കഴിഞ്ഞാൽ ജാനുവരി ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ നമ്മുടെ ജാനുവരി ഫസ്റ്റ് വീക്ക് തൊട്ടിട്ട് നമ്മുടെ റിസൾട്ട് ഡിക്ലറേഷൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഓരോ അപ്ഡേഷനും ഓരോ ആഴ്ചയിൽ കൂടുമ്പോൾ ഇങ്ങനെ നടക്കാറുണ്ട്. ചിലപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 2-3 അപ്ഡേഷനൊക്കെ വരും. എന്തായാലും മിനിമം നമുക്ക് ഒരാഴ്ചയിൽ ഒരു റിസൾട്ട് അപ്ഡേഷനെങ്കിലും ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 45 ദിവസം തൊട്ടിട്ട് 3 മാസം വരെ എന്ത് ചെയ്യാം, ഈ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ടൈം എടുക്കാം. മിനിമം ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ വരുന്നത്. പിന്നെ ഈ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാം. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണും, വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ എന്തോ ഒരു ഡിസ്ക്ലൈമർ കാണിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ടൈം എടുത്തിട്ടാണെങ്കിലും വരും കേട്ടോ. ഓക്കെ.